ഇറാനെതിരായ യുദ്ധത്തിൽ ലക്ഷ്യം പൂർത്തീകരിച്ചുവെന്നും 2-3 ആഴ്ചയ്ക്കുള്ളിൽ സൈന്യം പിൻവാങ്ങൽ ആരംഭിച്ചേക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. നാളെ രാവിലെ ഇന്ത്യൻ സമയം 6:30 ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. വെടിനിർത്തലില്ലെന്നും യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നുമാണ് ഇറാന്റെ നിലപാട്. പ്രമുഖ അമേരിക്കൻ ടെക് കമ്പനികളെ ആക്രമിക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചെന്നും 2-3 ആഴ്ചകൾക്കുള്ളിൽ പശ്ചിമേഷ്യയിൽ നിന്ന് പിന്മാറുമെന്നും ട്രംപ്. ഇറാനുമായി ഒരു കരാറുണ്ടാക്കണമെന്ന ആവശ്യമില്ല. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 6:30 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. വെടിനിർത്തലല്ല, സമ്പൂർണ്ണമായ യുദ്ധവിരാമം മാത്രമേ അംഗീകരിക്കുകയുള്ളൂവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ ആപ്പിൾ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് തുടങ്ങി 18 അമേരിക്കൻ ആഗോള കമ്പനികൾക്ക് നേരെ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10 മണിയോടെ ആക്രമണം ആരംഭിക്കുമെന്ന് IRGC മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയി ഇറാനിൽ തന്നെയുണ്ടെന്നും ചില കാരണങ്ങളാൽ പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്നും ഇറാനിലെ റഷ്യൻ സ്ഥാനപതി പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ ഭീഷണി ഒഴിവാക്കാൻ മേഖലയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായി പുതിയ പ്രാദേശിക സഖ്യങ്ങൾ രൂപീകരിച്ചു വരികയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.